സഞ്ചാര തീർത്ഥാടന കേന്ദ്രമായ വർക്കല ഒരു സുന്ദര നഗരമാക്കിയും അതുപോലെ സാധാരണ ജനങ്ങളടക്കമുള്ള മുഴുവൻ പേർക്കും സ്വച്ഛന്തമായി ജീവിക്കുവാൻ ഉള്ള അവസരങ്ങൾ ഒരുക്കിയും നഗരത്തിൻ്റെ പൂർണ്ണമായ വികസനത്തിലേക്ക് കടക്കുന്ന ഒരു ബഡ്ജറ്റാണ് 2024-25 വർഷം വർക്കല നഗരസഭ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ബഡ്ജറ്റിലൂടെ ഒന്നാമതായി നമ്മൾ കാണുന്നത് ഇത് ഒരു വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ എത്രമാത്രം ശുചീകരണത്തോടുകൂടി നമ്മുടെ നഗരം ഉണ്ടാകണമെന്നുള്ളത് പ്രത്യേകതയാണ്. നമുക്ക് ഇന്ത്യ ഗവൺമെൻറ് തന്നെ 2022-23 വർഷത്തെ ശുചീകരണത്തിനുള്ള സ്വച്ഛ് സർവേക്ഷൺ അവാർഡ് പോലും തന്ന് അംഗീകരിച്ചിരിക്കുന്നു. ആ അവാർഡിനെ പോലും മാനദണ്ഡമാക്കിക്കൊണ്ടാണ് നമ്മൾ പൂർണ്ണമായും ഈ ഒരു വർഷം കൊണ്ട് മാലിന്യമുക്ത നഗരമാക്കാനുള്ള ഒരു പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഉറച്ച നിലപാടോട് മുന്നോട്ട് പോകാനാണ് ബഡ്ജറ്റ് വരുന്നത്. അതിനുവേണ്ടിയുള്ള 5 പ്ലാന്റുകളാണ്. ദ്രവമാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഒരു പ്ലാന്റ്, അതിലുപരിയായി മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ പാഡുകൾ, ഡൈപ്പർ പോലുള്ള സാമഗ്രികൾ വലിച്ചെറിയുന്നതിൽ കൂടുതലായി വരുന്നത് കാണപ്പെടുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു 1.25 കോടി രൂപയോളം ചെലവഴിക്കുന്ന ഒരു ഇൻസിനേറ്റർ അടക്കമുള്ള പ്രോജക്റ്റ് അതിൽപ്പെടുന്നു. അങ്ങനെ 4 മാലിന്യ ശുചീകരണത്തിന് വ്യത്യസ്തമായ പ്ലാന്റുകൾ വരുന്നു. നമ്മുടെ നഗരസഭയുടെ ഏറ്റവും ചിരകാല സ്വപ്നമായിരുന്നു ഇവിടെ ഒരു പൊതു ശ്മശാനം. അതിനുവേണ്ടി 60 സെൻറ്റ് സ്ഥലം നഗരസഭ വാങ്ങി. അതിൽ ഗ്യാസ് ചേമ്പറുകൾ 2 എണ്ണമുള്ള അതിൻ്റെ പ്രവർത്തനം ടെൻഡർ ചെയ്തു. ഈ 21-ാം തീയതി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇവിടെ വരുന്ന ഈ വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രത്തിൽ ധാരാളം സ്ത്രീകൾ വരുന്നുണ്ട്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വന്നാൽ പോലും അവർക്ക് താമസിക്കുവാൻ ഒരിടം വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ വർക്കല നഗരസഭ ഏറ്റവും മുൻപന്തിയിൽ സ്ത്രീകളുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള ഷീ ലോഡ്ജ്, അതും ഈ 21-ാം തീയതി ആ മന്ദിരം ഉദ്ഘാടനം ചെയ്താൽ അത് താമസം കൂടാതെ മറ്റെല്ലാ സജ്ജീകരണങ്ങളും കൂടി പ്രവർത്തനമാക്കാനുള്ള ശ്രമത്തിലാണ്. അതുപോലെ നഗരസഭ ഈ ബഡ്ജറ്റ് വർഷത്തിൽ നമ്മുടെ നടയാറ ഭാഗത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആരംഭിക്കുന്നു. പുന്നമൂടിൽ 4,49,00,000 ഒരു ഹൈടെക് മാർക്കറ്റ് വരാൻ പോകുന്നു. അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പഴയ മാർക്കറ്റ് പൊളിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. പുതിയ നിർമ്മാണത്തിന് ഒരു റെയിൽവേയുടെ NOC മാത്രം കിട്ടേണ്ട താമസമുള്ളൂ. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള നമ്മുടെ പുണ്യതീരമടക്കം എടുക്കുന്ന പാപനാശത്തിൻ്റെ ഏറ്റവും മനോഹരമായ ടൂറിസം വികസനം. അതിനുവേണ്ടി നമ്മളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി ആ പ്ലാനെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ അവിടുത്തെ നമ്മുടെ പ്രാഥമിക സൗകര്യമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ 99 ലക്ഷം രൂപയുടെ പ്രവർത്തനം 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാത്ത രീതിയിൽ നടക്കാനാണ് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. പാപനാശവും ഹെലിപ്പാഡും അടങ്ങുന്ന നമ്മുടെ ഈ തീരത്ത് ഗംഭീരമായ രീതിയിൽ വന്നു പോകുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കാൻ വേണ്ടി നഗരസഭയുടെ ചുമതലയിൽ പാർക്കിംഗ് ഏർപ്പാടും ഉടൻ തന്നെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആലിയിറക്കം മുതൽ തിരുവമ്പാടി വരെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പുതിയ ടൂറിസം മാസ്റ്റർ പ്ലാൻ വരുന്നത്. അതിനുവേണ്ടിയുള്ള ആദ്യഘട്ടമായിട്ടുള്ള പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് കൂടുതൽ അവസരങ്ങൾ വന്നുകൊണ്ട് 50 കോടി രൂപ ടൂറിസം വികസനത്തിന് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ ചിലക്കൂർ ഫിഷിംഗ് ഹാർബറിന് വേണ്ടി അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളും സ്ഥല നടപടികളും ചെയ്യുന്നതിന് വേണ്ടി ആദ്യഘട്ടം 1 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഗുഡ്ഷെറ്റ് റോഡ് അടക്കമുള്ള അത്യാവശ്യ പാതകളെല്ലാം നവീകരിക്കാനുള്ള നടപടിയായിട്ടുണ്ട്. ഇപ്പോഴത്തെ ബഡ്ജറ്റ് തന്നെ നമ്മൾ ചേർത്തുകൊണ്ട് അതിൻ്റെ നടപടികൾ പുരോഗമിച്ചു പോകുന്നു. 5 കോടി രൂപയ്ക്കാണ് പാപനാശം പ്രദേശത്തുള്ള റോഡുകൾ സുഗമമാക്കി ഓടയിലൂടെ അവിടെ അടിക്കടി വരുന്ന വെള്ളക്കെട്ട് പോലും മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെ നഗരത്തിലെ എല്ലാ മേഖലയിലും കുടിവെള്ളം പരിഹരിക്കാൻ, മാലിന്യ ശുചീകരണത്തിന് വേണ്ടി അടക്കം
ഉള്ള പദ്ധതികൾ നടപ്പിലാക്കുക. ഒപ്പം തന്നെ നഗരത്തിൻ്റെ അത്യാവശ്യമായി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രോജക്റ്റുകളുടെ പൂർത്തീകരണവും ഈ വർഷം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നഗരസഭ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് വർക്കല നഗരം ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഒപ്പം തന്നെ ഈ പ്രാധാന്യമറിക്കുന്ന ലോകമറിയുന്ന ഈ വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രമായ നഗരം നമുക്ക് മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനമാണ്. ഇതിനോടൊപ്പം തന്നെ ആരോഗ്യ കേന്ദ്രമായി നമുക്കുള്ളത് നമ്മുടെ താലൂക്ക് ആശുപത്രിയാണ്. അവിടെ ഇപ്പോൾ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു. അത്യാഹിത വിഭാഗം ആധുനിക രീതിയിലുള്ളത് ഉൾപ്പെടുന്ന വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ മന്ത്രി തന്നെ പ്രഖ്യാപിച്ച 50 കോടി രൂപയുടെ പുതിയ ഒരു ആശുപത്രിയുടെ എല്ലാ വിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പ്രോജക്റ്റും അവിടെ ആരംഭിക്കുകയാണ്. അതിനോടൊപ്പം ഈ ആശുപത്രി നമ്മുടെ നഗരത്തിൻ്റെ 4 കോണുകളിലും നമ്മുടെ സാധാരണക്കാരനടക്കം സൗജന്യമായി ചികിത്സയ്ക്ക് വേണ്ടി ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആർക്കും വരാൻ കഴിയുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ കരുന്തലക്കോട് ആരംഭിച്ചു, രഘുനാഥപുരത്ത് ആരംഭിച്ചു. ഇനി നമ്മുടെ കൊരക്കണി ഓടയം ഭാഗത്ത് അതിൻ്റെ നടപടികൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ തൊടുപുഴ ഭാഗത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിന് നിർമ്മാണത്തിന് വേണ്ടിയുള്ള ടെൻഡർ ആയി കഴിഞ്ഞു. അവിടെയും ഇപ്പോൾ തന്നെ അങ്ങനെ ആരോഗ്യ കേന്ദ്രം വരും. അങ്ങനെ 4 ഉപകേന്ദ്രങ്ങൾ പോലെ ഈ താലൂക്ക് ആശുപത്രിക്ക് ചുറ്റും നമുക്ക് ആരോഗ്യ പ്രവർത്തനം നടത്താൻ അവസരമൊരുക്കുന്ന ഒരു ഘട്ടമാണ് ഈ വർഷത്തെ ബഡ്ജറ്റ്. അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി അവതരിപ്പിക്കാവുന്ന ബഡ്ജറ്റാണ്. അത്തരത്തിലുള്ള പരിപാടികളാണ് നമുക്ക് വരുന്നത്. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ആ രീതിയിൽ വളരെ ജനോപകാരപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 2 ചോദ്യങ്ങൾ